നമസ്കാരം. നൈസ് ടിവി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാട്ടാമ്പ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനം അവസാനത്തെ 2 വർഷം CPIക്ക് നൽകാൻ LDF-ൽ ധാരണയായി. കക്കാട് പൊതുകുളത്തിൽ ചെറുകുന്ന് സ്വദേശിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കലാകാരന്മാരോടുള്ള അവഗണനയ്ക്കെതിരെ കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം. തെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. തദ്ദേശ സ്ഥാപനത്തിലെ പ്രതിനിധികൾക്കായി സംഘടിപ്പിച്ച മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ കുന്നംകുളം നഗരസഭയിൽ പങ്കെടുത്തത് 22 കൌൺസിലർമാർ. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ കാർഷിക മേള അഗ്രിഫെസ്റ്റ് കേച്ചേരിയിൽ ആരംഭിച്ചു. വാർത്തകൾ വിശദമായി. കാട്ടാമ്പ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനം അവസാനത്തെ 2 വർഷം CPIക്ക് നൽകാൻ LDF-ൽ ധാരണയായി. കാട്ടാമ്പ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനം അവസാനത്തെ 2 വർഷം CPIക്ക് നൽകാൻ LDF-ൽ ധാരണയായി. ആദ്യത്തെ 2 വർഷം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും നൽകും. CPM CPI ജില്ലാ കമ്മിറ്റിയാണ് വിഷയത്തിൽ അവസാന ചർച്ച നടത്തി പരിഹാരം കണ്ടെത്തിയത്. വൈസ് പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനങ്ങളിലേക്ക് LDF കാട്ടാമ്പ കമ്മിറ്റി നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. CPI ആവശ്യപ്പെട്ട 2.5 വർഷം വൈസ് പ്രസിഡന്റ് സ്ഥാനവും 2.5 വർഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനവും നൽകാൻ CPM തയ്യാറായിരുന്നില്ല. ധാരണയിലെത്താത്തതോടെ CPM ഏരിയ കമ്മിറ്റി നടത്തിയ ചർച്ചയിൽ 1.5 വർഷം വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകാമെന്ന് അറിയിച്ചു. വ്യക്തമായ ധാരണയിലെത്താതെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനങ്ങൾ ഏറ്റെടുക്കുന്നില്ലെന്ന നിലപാടിലായിരുന്നു CPI. CPM CPI ജില്ലാ സെക്രട്ടറിമാർ നടത്തിയ ചർച്ചയിലാണ് 2.5 വർഷം വൈസ് പ്രസിഡന്റ് സ്ഥാനവും 2 വർഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും നൽകാൻ തീരുമാനമായത്. പഞ്ചായത്തിൽ LDF-ൽ ആകെയുള്ള 12 അംഗങ്ങളിൽ CPM-ന് 10 അംഗങ്ങളും CPIക്ക് 2 അംഗങ്ങളുമാണുള്ളത്. കക്കാട് പൊതുകുളത്തിൽ ചെറുകുന്ന് സ്വദേശിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കക്കാട് പൊതുകുളത്തിൽ ചെറുകുന്ന് സ്വദേശിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കുന്നംകുളം കക്കാട് ക്ഷേത്രത്തിന് സമീപത്തെ പൊതുകുളത്തിൽ മരിച്ച നിലയിൽ വയോധികയെ കണ്ടെത്തി. കുന്നംകുളം ചെറുകുന്ന് സ്വദേശിനി വാഴ്വാരം കോട്ടൂർ വീട്ടിൽ കൃഷ്ണൻകുട്ടിയുടെ മകൾ ലക്ഷ്മിയെയാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നുച്ചയ്ക്ക് 1:30യോടെയായിരുന്നു മൃതദേഹം കുളത്തിൽ കണ്ടെത്തിയത്. ഇവർക്ക് മാനസിക അസ്വസ്ഥതയുള്ളതായി പോലീസ് പറഞ്ഞു. അവിവാഹിതയാണ്. കുന്നംകുളം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. SI VS സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. കലാകാരന്മാരോടുള്ള അവഗണനയ്ക്കെതിരെ കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം. കലാകാരന്മാരോടുള്ള അവഗണനയ്ക്കെതിരെ കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം. കേരളത്തിലുടനീളം വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന കലാകാരന്മാരോടുള്ള അവഗണനയ്ക്കെതിരെ കേരള ആർട്ടിസ്റ്റ് ഫ്രട്ടേണിറ്റിയുടെ കുന്നംകുളം ഗുരുവായൂർ മേഖലകളുടെ ആഭിമുഖ്യത്തിൽ ഉന്നത അധികാരികൾക്ക് നിവേദനം നൽകുന്നതിന്റെ ഭാഗമായി ഒപ്പുശേഖരണ ക്യാമ്പയിൻ കുന്നംകുളത്ത് സംഘടിപ്പിച്ചു. വിവിധ മേഖലയിലുള്ള കലാകാരന്മാരും കലാസ്നേഹികളും ക്യാമ്പയിന്റെ ഭാഗമായി പങ്കെടുത്തു. പ്രതിഷേധത്തിന്റെ ഭാഗമായി ക്യാമ്പയിനിൽ നാദസ്വര കലാകാരൻ കോട്ടപ്പടി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നാദസ്വരവും പഞ്ചവാദ്യ കലാകാരൻ കൊരട്ടിക്കര ബാബുവിന്റെ ശ്യാമിന്റെയും നേതൃത്വത്തിൽ പഞ്ചവാദ്യവും പ്രശസ്ത നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടിയുടെ നേതൃത്വത്തിൽ നാടൻപാട്ടും അരങ്ങേറി. കാഫിന്റെ കുന്നംകുളം ഗുരുവായൂർ മേഖലാ ഭാരവാഹികളായ സന്തോഷ് ബീച്ച് ഓഫ് തൃശൂർ, നൃത്താധ്യാപകൻ CR ബാബു, സംസ്ഥാന ഭാരവാഹികളായ പ്രസീത ചാലക്കുടി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉത്സവങ്ങളുടെയും അനുബന്ധ നടത്തിപ്പിന്റെയും ആവശ്യകതയെക്കുറിച്ച് പ്രശസ്ത തമിഴ്വാദ്യ കലാകാരനായ ശ്രീ ഉണ്ണിക്കുട്ടൻ കോട്ടപ്പടി, ഉദയൻ കല്ലാട്ട്, സുനിൽ അഗതിയൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു.
തെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. തെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. പരിശുദ്ധ യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ നേതൃത്വത്തിൽ ആരാധനാ സ്വാതന്ത്ര്യത്തിന് സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. വികാരി ഫാദർ എൽദോ എം ജോയി ഉദ്ഘാടനം ചെയ്തു. പഴയ പള്ളി ട്രസ്റ്റി CV പറയത്, കൈകാരൻ KP തമ്പി, സെക്രട്ടറി CV സൈമൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഏറെ പുതുമകളുമായി വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിന്റെ പുതിയ സ്ഥാപനം കുന്നംകുളത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം തൃശൂർ റോഡിലെ AB മാളിലാണ് വിവിധ ബ്രാൻഡഡ് ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, പ്രിന്റേഴ്സ്, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ വ്യത്യസ്ത മോഡലുകൾ, മികച്ച സ്റ്റാഫുകളുടെ സേവനം, അതിവേഗ ലോൺ സൗകര്യം, സുരക്ഷിതമായ കമ്പ്യൂട്ടർ സർവീസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ഇൻഷുറൻസ് പരിരക്ഷ, ഹോം ഡെലിവറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വിശ്വാസ് കമ്പ്യൂട്ടേഴ്സ്, തൃശൂർ റോഡ്, AB മാൾ, കുന്നംകുളം. ജോലിയിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജാപ്പാക്ക് മാനുഫാക്ചറിംഗ് ഓഫീസ് NVKM and Sons Dindigul. Stone distributor Roja Agencies Kunnamkulam. Phone 9446 145776 9446 145778. വാർത്തകൾ തുടരുന്നു. തദ്ദേശ സ്ഥാപനത്തിലെ പ്രതിനിധികൾക്കായി സംഘടിപ്പിച്ച മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ കുന്നംകുളം നഗരസഭയിൽ പങ്കെടുത്തത് 22 കൌൺസിലർമാർ. തദ്ദേശ സ്ഥാപനത്തിലെ പ്രതിനിധികൾക്കായി സംഘടിപ്പിച്ച മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ കുന്നംകുളം നഗരസഭയിൽ പങ്കെടുത്തത് 22 കൌൺസിലർമാർ. പുതിയതായി സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കായി സംഘടിപ്പിച്ച മുഖ്യമന്ത്രിയുടെ ഓൺലൈൻ പരിപാടിയിൽ പങ്കെടുത്തത് 22 കൌൺസിലർമാർ മാത്രം. CPM-ലെയും കോൺഗ്രസിലെയും ഒരു വിഭാഗം പേർ പങ്കെടുക്കാതെയിരുന്നപ്പോൾ BJP കൌൺസിലർമാർ പരിപാടി ബഹിഷ്കരിച്ചു. കോൺഫറൻസ് ഹാളിലാണ് ഓൺലൈൻ പരിപാടി നടന്നിരുന്നത്. ചെയർമാനും വൈസ് ചെയർമാനും സെക്രട്ടറിയും എഞ്ചിനീയറും യോഗത്തിന് മുമ്പ് തന്നെ എത്തിയിരുന്നു. മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ 20 കൌൺസിലർമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് 2 പേർ കൂടി ഹാജരായത്. കോൺഗ്രസിന്റെ 4 കൌൺസിലർമാരും RMPയുടെ 2 കൌൺസിലർമാരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. തുടർന്നുള്ള 5 വർഷത്തെ മാർഗനിർദ്ദേശങ്ങളാണ് മുഖ്യമന്ത്രിയും മന്ത്രി AC മൊയ്തീനും ധനകാര്യമന്ത്രി തോമസ് ഐസക്കും ചർച്ച ചെയ്തിരുന്നത്. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ കാർഷിക മേള അഗ്രിഫെസ്റ്റ് കേച്ചേരിയിൽ ആരംഭിച്ചു. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കേച്ചേരിയിൽ കാർഷിക മേള അഗ്രിഫെസ്റ്റ് ആരംഭിച്ചു. 5 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് മേള. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് മാസ്റ്റർ മേള ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാനും ചൂന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ ആൻസി വില്യംസ് അധ്യക്ഷയായി. കുടുംബശ്രീ സ്റ്റാളുകളുടെ ഉദ്ഘാടനം ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ നിർവഹിച്ചു. പ്രകൃതി സംരക്ഷണ സംഘ ജില്ലാ സെക്രട്ടറി ഷാജി തോമസ് പദ്ധതി വിശദീകരണം നടത്തി. ചലച്ചിത്ര പിന്നണി ഗായിക ഹരിത ഹരീഷ് വിശിഷ്ടാതിഥിയും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AL രാധാകൃഷ്ണൻ മുഖ്യാതിഥിയുമായി. ചൂണ്ടൽ കൃഷി ഓഫീസർ സുമേഷ് S ശിവരാമൻ മുഖ്യപ്രഭാഷണം നടത്തി.
AV വല്ലഭൻ, നിഷ സെബാസ്റ്റ്യൻ, CB വത്സൻ, സണ്ണി ജോൺ പാറപ്പുറം, സെരൂപ് കെ ബേബി, AM ജമാൽ, ഡെന്നിസ് മങ്ങാട്, ഡെന്നി പുലിക്കോട്ടിൽ, റഫീഖ് കടവല്ലൂർ, ഷിജു കോട്ടൽ, സെയ്ദ് ഹാരിഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാട്ടാമ്പ ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനം അവസാനത്തെ 2 വർഷം CPIക്ക് നൽകാൻ LDFൽ ധാരണയായി. കക്കാട് പൊതുകുളത്തിൽ ചെറുകുന്ന് സ്വദേശിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. കലാകാരന്മാരോടുള്ള അവഗണനയ്ക്കെതിരെ കേരള ആർട്ടിസ്റ്റ് ഫെർട്ടേണിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം. തെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു. തദ്ദേശ സ്ഥാപനത്തിലെ പ്രതിനിധികൾക്കായി സംഘടിപ്പിച്ച മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ കുന്നംകുളം നഗരസഭയിൽ പങ്കെടുത്തത് 22 കൌൺസിലർമാർ. പ്രകൃതി സംരക്ഷണ സംഘത്തിന്റെ കാർഷികമേള അഗ്രിഫെസ്റ്റ് കേച്ചേരിയിൽ ആരംഭിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.